നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. നമ്മൾ യോഗ ആസന പ്രാക്ടീസ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടിരിക്കാനും ഫിറ്റായിട്ടിരിക്കാനുമാണ്. യോഗയിൽ പ്രാണായാമയാണ് നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് ഷോൾഡർ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. കൈക്ക് യാതൊരു ടെൻഷനും വേണ്ട. നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് ലെവല്, ആങ്സൈറ്റി ഇതെല്ലാം കൺട്രോളിൽ വരുത്താൻ, നമ്മുടെ ഈ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. യോഗയിൽ പ്രാണായാമയാണ് നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ടെന്നാണ് യോഗിക് ടെക്സ്റ്റിൽ പറയുന്നത്. ഈ നാഡികളുടെ എല്ലാം ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ, അതാണ് നാഡീശുദ്ധി പ്രാണായാമം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഡീശുദ്ധി പ്രാണായാമം ഓർ നാഡീശോധന പ്രാണായാമം എന്നും പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് എന്ന് നോക്കാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു കൊണ്ട് വേണം നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാൻ. കാരണം ബ്രീത്തിങ്ങിലേക്കാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. നമുക്ക് താഴെ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയറിലിരുന്നു കൊണ്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, ഷോൾഡർ റിലാക്സ്, കൈകൾ രണ്ടും ഒരു കൈ ചിൻ മുദ്രയിലായിരിക്കണം. ചിൻ മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറിൻ്റെയും ടിപ്പ് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം മലർത്തി നീട മുകളിൽ വയ്ക്കുന്നു. റൈറ്റ് ഹാൻഡ് വിഷ്ണുമുദ്ര, ഇതാണ് വിഷ്ണുമുദ്ര. ഇനി നമ്മുടെ നോസ്ട്രിൽ കൺട്രോൾ ചെയ്യുന്നത്, റൈറ്റ് നോസ്ട്രിൽ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് തമ്പ് കൊണ്ടും ലെഫ്റ്റ് നോസ്ട്രിൽ കൺട്രോൾ ചെയ്യുന്നത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടുമാണ്. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് ഷോൾഡർ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. കൈക്ക് യാതൊരു ടെൻഷനും വേണ്ട. കണ്ണുകൾ അടച്ച് ആദ്യം ഇൻഹേൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് നോസ്ട്രിലൂടെ. ഇൻഹേൽ ത്രൂ ദ ലെഫ്റ്റ് നോസ്ട്രിൽ, exhale through the right, again inhale through the right, exhale through the left, വീണ്ടും inhale through the left, exhale through the right, inhale through the right, exhale through the left, ഇതുപോലെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 6 റൗണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ നോസ്ട്രിൽ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബെൻഡിങ് വരുന്നുണ്ട് മൂക്കിൻ്റെ 2 സൈഡിലും, അവിടെ ജസ്റ്റ് കൈകൾ വെക്കുക മാത്രം, ഒരുപാട് പ്രഷർ കൊടുക്കരുത്. നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് ലെവല്, ആങ്സൈറ്റി ഇതെല്ലാം കൺട്രോളിൽ വരുത്താൻ, നമ്മുടെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യത്തിൽ ഒരു 6 റൗണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഗ്രാജ്വലി ഇതിൻ്റെ ഒരു കൗണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് 12 റൗണ്ട്, 24 റൗണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് ശ്വാസം വളരെ സ്ലോലി, ഒരു ഫോഴ്സും കൊടുക്കാതെ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ ലങ്സ് കപ്പാസിറ്റി കൂടുന്നു. ആസ്മ അതുപോലുള്ള അസുഖങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ്, ടോക്സിൻ പുറത്ത് കളയാൻ എല്ലാം നാഡീശുദ്ധി പ്രാണായാമ വളരെ ബെനിഫിഷ്യലാണ്. ഇതുപോലെയുള്ള വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.